സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കിയിരിക്കുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. വേളി പൊഴി മുറിക്കാൻ വൈകിയതിൽ കരാറുകാരന് നോട്ടീസ് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇപ്പോൾ യെല്ലോ അലർട്ട് മാറി ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്ത ശേഷം തീരുമാനിച്ചത്, ഒന്ന് PWD റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, മരമൊന്നും ഒടിഞ്ഞു വീണിട്ടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇടപെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഈ പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പിൽ ഏതൊക്കെ ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത്? അതുപോലെ തന്നെ കഴിഞ്ഞ 10-24 മണിക്കൂറായി ശക്തമായ മഴ പെയ്യുന്ന തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ഈ വേളി പൊഴിമുറിക്കൽ വൈകിയതാണ് യഥാർത്ഥത്തിൽ വലിയ രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായതെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്താണ് ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട്? സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ പുതുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ നൽകുന്ന മഴ മുന്നറിയിപ്പ് അനുസരിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ 4 ജില്ലകളിലുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത തുടരണം ഈ മണിക്കൂറുകളിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പലയിടങ്ങളിലും ലഭിച്ചത് 130 മില്ലിമീറ്ററിന് മുകളിൽ മഴ എന്നുള്ളതാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇന്ന് അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ചേർന്ന് തിരുവനന്തപുരത്തെ മഴക്കെടുതിയുടെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയതിനാൽ കൂടുതൽ ശ്രദ്ധ ജില്ലയിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിലടക്കം കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനമായി കൈക്കൊണ്ടിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി രാവിലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. PWD റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ വകുപ്പ് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് നഗരത്തിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് യോഗത്തിന്റെ ആകെ വിലയിരുത്തൽ. അടിയന്തര സാഹചര്യം നേരിടാൻ ഫയർഫോഴ്സ് അടക്കമുള്ള ദുരിതകർമ്മസേന സജ്ജമാണെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസർമാരോടും റവന്യൂ ഉദ്യോഗസ്ഥരോടും മുഴുവൻ സമയ ചുമതല ഏറ്റെടുത്ത് നിൽക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ രാവിലെ വേളി പൊഴി മുറിച്ചിട്ടുണ്ട്. പൊഴി മുറിച്ചതോടെ നഗരത്തിലെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസിലും നഗരസഭയിലും കൺട്രോൾ റൂമുകളും ആരംഭിച്ചതായി യോഗത്തിന് ശേഷം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 വിവാദങ്ങൾ ഇതിനോടകം ഉയർന്നു വന്നു. ഒന്ന്, വേളിപ്പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസമാണ് നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുകയുണ്ടായി. കരിമഠം കോളനി, അതുപോലെ കരിക്കകം, ചാക്ക, വെൺപാലവട്ടം ഉൾപ്പെടെ 14ഓളം പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്, രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. ജനവാസ മേഖലയാണ്. പല വീടുകളിലും വെള്ളം കയറി ആളുകളുടെ സ്വൈരജീവിതം നശിക്കുന്ന സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായി. അത് വേളിപ്പൊഴി മുറിക്കാത്തത് കൊണ്ടാണ് എന്ന് ജനപ്രതിനിധികളും അവരും വിമർശനം ഉന്നയിച്ചിരുന്നു. അത് MLA കടകംപള്ളി സുരേന്ദ്രൻ ആ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത് ജലസേചന വകുപ്പിനുണ്ടായ കടുത്ത അനാസ്ഥയാണ് ഈ വേളിപ്പൊഴി മുറിക്കുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ അത് വൈകാൻ കാരണമെന്നാണ് MLA കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഇന്ന് ഈ യോഗത്തിലും ആ വിഷയം ചർച്ചയായി. അതിൽ ഈ കരാറുകാരനോട് കാരണം കാട്ടിക്കൽ നോട്ടീസ് നൽകാൻ യോഗം തീരുമാനിച്ചിരിക്കുന്നു. കളക്ടറും വിദ്യാഭ്യാസ മന്ത്രിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുതരമായ അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നവർ വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈകലുണ്ടായോ എന്നുള്ളതാണ്. അതിൽ കളക്ടർ നൽകിയ മറുപടി, ഇന്ന് യെല്ലോ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ജില്ലയിൽ ലഭിച്ച മഴയാകട്ടെ 130 മില്ലിമീറ്ററിന് മുകളിൽ മഴയും. അത്തരത്തിൽ മഴയുടെ സാഹചര്യം കൂടി പരിഗണിച്ചതിന് ശേഷം രാവിലെ 5 മണിയോടുകൂടി വീണ്ടും യോഗം ചേർന്നത്, അതായത് മന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേർന്നാണ് അവധി നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത്. രാവിലെ 6:25 അവധി പ്രഖ്യാപിച്ചു. അതിൽ രാവിലെ ഷിഫ്റ്റിലുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലെ ചില രാവിലത്തെ ഷിഫ്റ്റുകാരെ മാത്രമാണ് ആ അവധി പ്രഖ്യാപനം ബാധിച്ചത്. മറ്റെല്ലാം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയതായാണ് വ്യക്തമാക്കിയത്. ഈ കരിമഠം കോളനിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ വെള്ളക്കെട്ട് അത്ര കണ്ട് കൂടുതലായി അവിടെ നിൽക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് വാട്ടർ പമ്പിംഗ് അടക്കം നടത്താൻ ഇപ്പോൾ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ശരി, മഴ മുന്നറിയിപ്പിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അതായിരുന്നു പ്രധാനപ്പെട്ടത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അലക്സ് റാം റിപ്പോർട്ടിൽ പറയുന്നത്.
തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എന്നും അലക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അലക്സ് പങ്കുവയ്ക്കുകയായിരുന്നു നമ്മളുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.